ഇന്ന് ഞാൻ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1 ഗ്ലാസ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വാം വാട്ടറാണ് യൂസ് ചെയ്യുന്നതിലേക്ക്. പിന്നെ 3 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുന്നുണ്ട്. 1 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്. വെള്ളം നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചൊന്ന് 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെ ആഡ് ചെയ്യണം. വാം വാട്ടർ തന്നെ യൂസ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ബ്ലെൻഡറിൽ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ച വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മുട്ടയും ചോറും 3 ടേബിൾ സ്പൂൺ ചോറും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി അടിച്ചെടുക്കുക. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ തിക്കിൽ വേണം നമ്മളത് അടിച്ചെടുക്കാൻ. ഞാൻ 1 ഗ്ലാസ് വെള്ളം തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായി പരത്തി ഒന്ന് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അരിപ്പൊടിയുടെ വെച്ചിട്ടുള്ള മുട്ടപ്പത്തിരി ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അടുപ്പ് എങ്ങനത്തെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഇപ്പോൾ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഈ അരിപ്പൊടി ചെയ്യുന്ന പോലെ തന്നെ തീ നല്ലോണം കൂട്ടിയിടാൻ പാടില്ല. ഇതിൽ ഗോതമ്പ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.